Hi, hello, I am Jisha Sridhar and you are watching Excel Max where learning mathematics is made easy. Today, we are going to start with the first chapter. നമ്മളിൽ എത്ര പേർക്ക് മാത്സ് അഥവാ കണക്ക് ഒരു ഇഷ്ട വിഷയമാണ്? കുറച്ചു പേർക്കെങ്കിലും മാത്സ് ഒരു പേടി സ്വപ്നം തന്നെയാണ്. അതിന് ഒരു കാരണം മാത്സ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നന്നായി മനസ്സിരുത്തി മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് മാത്സ്. ചില മത്സര പരീക്ഷകൾക്ക് അതായത് കോമ്പറ്റീറ്റീവ് എക്സാംസിന് എളുപ്പ വഴികൾ ഉപയോഗിച്ച് സമയനിഷ്ഠമായി കണക്കുകൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഇനി അങ്ങോട്ടുള്ള +2, ഡിഗ്രി, PG പഠനത്തിന് ഹൈസ്കൂൾ മാത്തമാറ്റിക്സിൽ നല്ലൊരു ബേസ് ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുതന്നെയാണ് ഈ ചാനലിന്റെ പ്രധാന ഉദ്ദേശവും. സോ ലെറ്റ് us together make learning maths not only easy but also interesting. ഓരോ ടോപ്പിക് അല്ലെങ്കിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോഴും അതിനു പിന്നിലുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകാം. I am sure you can all excel in mathematics through Excel Max, where learning mathematics is made easy and interesting. Excel Max strives to bring you the art behind mathematics. Please support, share, subscribe and click the bell button to get notifications on updates and new videos. Thank you. So now let's begin the first chapter. 8th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വൽ ട്രയാങ്കിൾസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ട്രയാങ്കിൾസിന്റെ ബേസിക്സിനെ കുറിച്ച് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. മാത്തമാറ്റിക്സിൽ ധാരാളം സബ് ടോപ്പിക്സ് ഉണ്ട്. അതിലെ ഒരു ടോപ്പിക്കാണ് പോളിഗൺസ്. പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നോ അതിൽ കൂടുതൽ സൈഡ്സ് ഉള്ള ഒരു ക്ലോസ്ഡ് ഷേപ്പ്. മൂന്നോ അതിൽ കൂടുതൽ സൈഡ്സ് എന്ന് പറയാൻ എന്താണ് കാരണം? ഡിഫൈൻ സൈഡ്സും ആംഗിൾസും ഉള്ള ഒരു ക്ലോസ്ഡ് ഷേപ്പ് കിട്ടണമെങ്കിൽ മിനിമം 3 സൈഡ്സ് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ പോളിഗൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 3 സൈഡഡ് പോളിഗൺ ഏതാണ്? ട്രയാങ്കിൾ. 4 സൈഡഡ് പോളിഗൺ ക്വാഡിലാറ്ററൽ, റെക്ടാംഗിൾ, സ്ക്വയർ എക്സെട്ര. 5 സൈഡഡ് പോളിഗൺ പെന്റഗൺ. 6 സൈഡഡ് പോളിഗൺ ഹെക്സഗൺ. സോ there can be polygons with any number of sides. ഒരു പോളിഗൺ മിനിമം എത്ര സൈഡ് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? 3 sides. And a 3-sided polygon is a triangle. A triangle is thus the polygon with the least number of sides. We have already studied about the different types of triangles based on the length of their sides and their angles. You all probably remember very well this classification of triangles. But before going into equal triangles, it is important to understand the differences between this classification and equal triangles. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ട്രയാങ്കിൾസിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ഇഫ് ഓൾ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, സച്ച് എ ട്രയാങ്കിൾ ഈസ് കോൾഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇഫ് ഓൺലി 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, സച്ച് എ ട്രയാങ്കിൾ ഈസ് കോൾഡ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഇഫ് ഓൾ 3 സൈഡ്സ് ആർ ഡിഫറെന്റ്, ദെൻ ഇറ്റ് ഈസ് എ സ്കേലൻ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 2 സൈഡ്സ് മാത്രം ഈക്വൽ ആണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ. 3 സൈഡ്സും ഡിഫറെന്റ് ആണെങ്കിൽ അത് സ്കേലൻ ട്രയാങ്കിൾ. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മളിവിടെ 3 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതൊരു സ്കേലൻ ട്രയാങ്കിൾ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയി ആദ്യം എടുക്കാം. അതിന് നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു പേര് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. 3 ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്താണ് ഒരു ട്രയാങ്കിൾ ആക്കുന്നത്. ഇത് ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ്. ആ ലൈൻ സെഗ്മെന്റ് നമ്മൾ AB എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി ഇത് അടുത്ത ലൈൻ സെഗ്മെന്റ്, അത് BCI, ഇത് ACI. ഇങ്ങനെ 3 ലൈൻ സെഗ്മെന്റ്സ് കൂടുമ്പോഴാണ് ഒരു ട്രയാങ്കിൾ ആവുന്നത്. ഈ ട്രയാങ്കിൾ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ട്രയാങ്കിൾ ABC. ഹിയർ ട്രയാങ്കിൾ ABC ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു 2 ലൈൻ സെഗ്മെന്റ്സ് കൂടി വരുന്നിടത്താണ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ഇവിടെ ACയും ABയും കൂടി ജോയിൻ ചെയ്ത് വരുന്നിടത്ത് ഒരു ആംഗിൾ ഫോം ചെയ്യണം, ആംഗിൾ A. ഇവിടെ ലൈൻ സെഗ്മെന്റ് ABയും ലൈൻ സെഗ്മെന്റ് BCയും ജോയിൻ ചെയ്ത് വരുന്ന സ്ഥലത്തെ ആംഗിൾ എന്ന് പറയുന്നതാണ് ആംഗിൾ B. ഇവിടെ വരുന്ന ഈ AC എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റും BC എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റും ജോയിൻ ചെയ്ത് വരുന്ന സ്ഥലത്ത് ആംഗിൾ വരുന്നത് ആംഗിൾ C. അതുപോലെ ഈ 2 ലൈൻ സെഗ്മെന്റ്സും പോയിന്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ പറയുന്നതാണ് വെർട്ടെക്സ്. അത് ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിന് പറയുന്നതാണ് വെർട്ടെക്സ്. ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സും ഉണ്ട്, അതുപോലെ തന്നെ 3 വെർട്ടീസസും ഉണ്ട്. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. ഒരേ ലെങ്ത് ആയിരിക്കും 3 സൈഡ്സിനും.
അതുപോലെ തന്നെ അതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ആംഗിളിന്റെ മെഷർ എന്താ? 60 ഡിഗ്രി. ഈ 60 ഡിഗ്രി ഇവിടെ എല്ലായിടത്തും 60 ഡിഗ്രി ആയിരിക്കും. മൂന്ന് ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി. അതായത് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഇനി ഇത് അടുത്ത ട്രയാങ്കിൾ, ഐസോസ്ലസ് ട്രയാങ്കിൾ. ഇവിടുത്തെ പ്രത്യേകത എന്താ? നമ്മൾ ഈ ഐസോസ്ലസ് ട്രയാങ്കിളിന് ഇതുപോലെ തന്നെ അടുത്തൊരു പേര് കൊടുത്തു, PQR. ട്രയാങ്കിൾ PQR is an isosceles triangle. ഈ ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ തേർഡ് ആംഗിൾ ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ തേർഡ് സൈഡിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. അതിനെയാണ് ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്കെയിലൻ ട്രയാങ്കിൾ. ഈ സ്കെയിലൻ ട്രയാങ്കിളിൽ നമ്മൾ വേറെ പേര് കൊടുക്കുകയാണ്, XYZ. ഈ ട്രയാങ്കിൾ XYZ is a triangle. XYZ is a scalene triangle. ഓക്കെ, ഇവിടെ ഇത് സ്കെയിലൻ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ മൂന്ന് സൈഡും ഡിഫറെന്റ് ആയിരിക്കും. മൂന്ന് സൈഡ് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ മൂന്ന് ആംഗിൾസ് ഡിഫറെന്റ് ആയിരിക്കും. അതിനെയാണ് സ്കെയിലൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇനി ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ്, ഇത്രയും നമ്മൾ ഇതിനെക്കുറിച്ച് റിവൈസ് ചെയ്യാൻ കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസും തമ്മിൽ കൺഫ്യൂഷൻ വരരുത്, അതിനു വേണ്ടിയിട്ടാണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ട്രയാങ്കിളിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. അതായത് അതിന്റെ എല്ലാ സൈഡ്സും അതിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയുന്നതാണ്. അതേസമയം ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം രണ്ട് ട്രയാങ്കിൾസിനെ കമ്പയർ ചെയ്ത് പറയുന്നതാണ്. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഒരിക്കലും ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് ഒന്നാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇനി ഈക്വൽ ട്രയാങ്കിൾസിന്റെ ആദ്യത്തെ ടോപ്പിക്കായ സൈഡ്സ് ആൻഡ് ആംഗിൾസിലേക്ക് നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സ് നമുക്ക് തന്നേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇറ്റ്സ് ഗിവൺ ആസ് 3 sides, 6 centimeter, 5 centimeter, 7 centimeter. ഇങ്ങനെ മൂന്ന് സൈഡ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം? ഞാൻ 5 centimeterനെ ബേസ് ആക്കിയെടുത്ത് ട്രയാങ്കിൾ വരയ്ക്കും. ഒരു സൈഡ് 6, മറ്റേ സൈഡ് 7 centimeter. ഇങ്ങനെ മാത്രമാണോ ട്രയാങ്കിൾ വരയ്ക്കാവുന്നത്? അല്ല. ഇവിടെ ഇപ്പൊ 5 centimeter തന്നെ ബേസ് വെച്ചുകൊണ്ട് ഇവിടെ 7 centimeter ഇവിടെ 6 centimeter ആയിട്ട് വരയ്ക്കാം. അതുപോലെ തന്നെ ഇനി ബേസ് വേണമെങ്കിൽ എനിക്ക് 6 centimeter ബേസ് ആക്കിയെടുത്ത് ഇവിടെ 5 centimeter ഇവിടെ 7 centimeter അതുപോലെ തന്നെ ഇവിടെ 7 centimeter ഇവിടെ 5 centimeter ആയിട്ട് വരയ്ക്കാം. അതല്ലെങ്കിൽ 7 centimeterനെ ബേസ് ആക്കിയെടുത്ത് നമുക്ക് രണ്ട് തരത്തിൽ വരയ്ക്കാം. അപ്പൊ അങ്ങനെ ടോട്ടൽ 6 ഡിഫറെന്റ് ട്രയാങ്കിൾസ് എനിക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെയൊക്കെ ടേൺ ചെയ്തോ ഫ്ലിപ്പ് ചെയ്തോ ഞാൻ വരച്ചാലും അതിന്റെ ഈക്വൽ സൈഡ്സ് കോയിൻസൈഡ് ചെയ്താൽ അതിന്റെ അർത്ഥം അതിന്റെ ഈക്വൽ ആംഗിൾസും കോയിൻസൈഡ് ആയി എന്നാണ്. അതായത് ആ 6 ട്രയാങ്കിൾ ഞാൻ വരച്ചതും ടേൺ ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത അതിന്റെ സൈഡ്സിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഈക്വൽ സൈഡ്സ് കോയിൻസൈഡ് ചെയ്താൽ അതിന്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒക്കെ ആംഗിൾ ആയിട്ട് ഈക്വൽ ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതായത് if the sides of a triangle are equal to the sides of another triangle, then the angles will also be equal. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് അതിന്റെ മീനിങ്. Now look at these two triangles. ഇവിടെ triangle ABC, AB എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് 5 centimeter,
ഇവിടെ ബി സി 7 സെന്റിമീറ്റർ, എ സി 6 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഇവിടെ പി ക്യു 6 സെന്റിമീറ്റർ, ക്യു ആർ 7 സെന്റിമീറ്റർ, പി ആർ 5 സെന്റിമീറ്റർ. Now we know that the sides of triangle ABC are equal to the sides of triangle PQR. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. Each angle of triangle ABC will be equal to some angle of triangle PQR. ഈ ട്രയാങ്കിൾ ABC യുടെ ഓരോ ആംഗിളും ട്രയാങ്കിൾ PQRന്റെ ഏതെങ്കിലും ഒക്കെ ആംഗിളുമായിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ എയുടെ മാച്ചിങ് ആംഗിൾ ട്രയാങ്കിൾ PQRൽ മാച്ചിങ് ആംഗിൾ ഏതാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ എന്ന് പറയുന്നത് ബി സി എന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ്. ആംഗിൾ എ ഈസ് ദ ലോങ്സ്റ്റ് ആംഗിൾ എന്ന് പറയാം. അതായത് എന്താ, ബിക്കോസ് ആംഗിൾ എ ഈസ് ഓപ്പോസിറ്റ് ടു ദ സൈഡ് ബി സി വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് ദിസ് ട്രയാംഗിൾ എ ബി സി. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് ലോങ്സ്റ്റ് ആംഗിൾ ആണ്. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് ബി സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നു. ബി സി എത്രയാ? 7 സെന്റിമീറ്റർ. ഇവിടെ വരുമ്പോൾ അത് ക്യു ആർ ആണ്. ക്യു ആർ ആണ് ഇവിടെ 7 സെന്റിമീറ്റർ. The angle opposite to the side QR is angle P. So angle A is equal to angle P. അതുപോലെ നെക്സ്റ്റ് ആംഗിൾ ബി നോക്കാം. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ സൈഡ് എ സി. ഇവിടെ എ സി എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി. എ സി എത്രയാണ്? 6 സെന്റിമീറ്റർ. ഇവിടെ 6 സെന്റിമീറ്റർ വരുന്നത് പി ക്യൂനാണ്. The angle opposite to the side PQ is angle R. So angle B is equal to angle R. Now angle C. Angle C is this angle opposite to the side AB. AB എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ 5 സെന്റിമീറ്റർ വരുന്നത് PR ആണ്. PR ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ Q. So angle C is equal to angle Q. Okay. നമുക്ക് ഈക്വൽ മാച്ചിങ് പെയർ ഓഫ് ആംഗിൾസ് കിട്ടി. എങ്ങനെയാണ്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. നമുക്ക് ആദ്യം നമ്മൾ പഠിച്ചു, ഇഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് അനദർ ട്രയാംഗിൾ ദി ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ എന്ന്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദി സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് അനദർ ട്രയാംഗിൾ, then the angles opposite to the equal sides are also equal. If the sides of a triangle are equal to the sides of another triangle, then the angles opposite to the equal sides are also equal. ഒരു ട്രയാംഗിളിന്റെ സൈഡ്സ് മറ്റൊരു ട്രയാംഗിളിന്റെ സൈഡ്സ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ ആ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. Now let's learn this observation in a detail. ഇവിടെ ഞാൻ ട്രയാംഗിൾ വരച്ചിരുന്നു. ട്രയാംഗിൾ എ ബി സി. എ ബി 6 സെന്റിമീറ്റർ, എ സി 5 സെന്റിമീറ്റർ ആൻഡ് ബി സി 4 സെന്റിമീറ്റർ. അതേ ട്രയാംഗിൾ ഫ്ലിപ്പ് ചെയ്ത് ഒരു അനദർ ട്രയാംഗിൾ വരച്ചേക്കാണ് വിത്ത് സെയിം സൈഡ്സ്. ആൻഡ് ഹിയർ എ ബി is a common side for both the triangles. ഈ രണ്ട് ട്രയാംഗിൾസിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് നമുക്കറിയാം. 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും കോമൺ സൈഡ് 6 സെന്റിമീറ്റർ. അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ആംഗിൾസും ഈക്വൽ അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു പ്രിൻസിപ്പിൾ. If the sides of a triangle are equal to the sides of another triangle, then the angles opposite to the equal sides are also equal എന്ന്. ഇതിന്റെ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ആംഗിൾസ് ഏതൊക്കെയാ നോക്കാം. ഇവിടെ 5 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ്, അതായത് 5 സെന്റിമീറ്റർ ആണ് എ സി. എ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി. ഈ ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഏത് ആംഗിളിന് ഈക്വലന്റ് ആയിരിക്കും? ഇവിടെ 5 സെന്റിമീറ്റർ പറയുന്നത് ബി ഡി ആണ്. ബി ഡി എന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി എ ഡി. സോ ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എ ഡി. എന്താ ഇതിന്റെ റീസൺ? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അതുപോലെ ഈ എ ബി സി ഈ ആംഗിളും പിന്നെ ബി എ ഡി ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി അടുത്തത് 4 സെന്റിമീറ്ററിന് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ബി സി. ബി സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു, ഇവിടെ 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത് എ ഡി ആണ്. എ ഡിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഡി ബി എ. ആംഗിൾ ഡി ബി എ.
അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് രണ്ട് ആംഗിൾസും നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഈ ആംഗിൾസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി എ. സി എ ബി ഏതാ? സി എ ബി. ഈ ആംഗിളും പ്രത്യേകതയുണ്ട്. എന്താ അത്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താ? രണ്ട് ലൈൻസിനെ ഒരു ട്രാവേഴ്സൽ ലൈൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ അകത്ത് ഇന്റീരിയറിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഫോം ചെയ്യുന്ന ആംഗിൾസിനെയാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഈ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആകും എപ്പോഴാ? ഈ രണ്ട് ലൈൻസും പാരലൽ ആണെങ്കിൽ. അല്ലെങ്കിൽ ഈക്വൽ ആവില്ല. ഇപ്പൊ രണ്ട് ലൈൻ വെറുതെ ഇങ്ങനെ പോയിട്ട് അതിലൊരു ട്രാവേഴ്സ് ലൈൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും, പക്ഷെ അത് ഈക്വൽ ആയിരിക്കില്ല. ഈക്വൽ ആവണമെങ്കിൽ ആ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കണം. ഇവിടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്ന് നമുക്കിപ്പോ മനസ്സിലായി. എന്തുകൊണ്ടാ? ആ രണ്ട് എ സി ബി ഡി എന്ന രണ്ട് ലൈൻ സെഗ്മെന്റിനെ ഒരു ട്രാവേഴ്സൽ ലൈൻ എ ബി ക്രോസ് ചെയ്ത് പോകുന്നു. അതിന്റെ അകത്ത് ഫോം ചെയ്യുന്ന ആംഗിൾസ് ആണ് ആംഗിൾ സി എ ബി ആൻഡ് ആംഗിൾ ഡി ബി എ. അത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് വിച്ച് ആർ ഈക്വൽ. ഓക്കെ, ഇനി ഈ രണ്ട് ആംഗിൾസിനും പ്രത്യേകതയുണ്ട്. എന്താണത്? ഇത് ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. എ സി അതുപോലെ ബി ഡി. ഇനി അതിലൂടെ പോകുന്ന ട്രാവേഴ്സൽ ലൈൻ ആണ് എ ബി. ഇത് രണ്ട് ലൈൻസ്, രണ്ട് ലൈൻ സെഗ്മെന്റ്സിനെ ക്രോസ് ചെയ്യുന്ന ഒരു ട്രാവേഴ്സൽ ലൈൻ ആണ് എ ബി. അങ്ങനെ വരുമ്പോൾ അതിന്റെ അകത്ത് ഫോം ചെയ്യുന്ന ഓപ്പോസിറ്റ് സൈഡിൽ ഈ രണ്ട് ലൈൻസിന്റെയും അകത്തും ഈ ട്രാവേഴ്സൽ ലൈനിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ഫോം ചെയ്യുന്ന ആംഗിൾസിനെ പറയുന്നത് എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ, ഇവിടുത്തെ അപ്പോൾ ഇതിനെല്ലാം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ആംഗിൾ സി എ ബി is equal to angle DBA is a pair of alternate interior angles, and angle ABC and BAD is another pair of alternate interior angles. ഈ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഓൾറെഡി ഈക്വൽ ആണെന്ന് നമുക്ക് അറിയാം. ഒരു ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? അതിന്റെ രണ്ട് ലൈൻസും പാരലൽ ആവുമ്പോൾ. അതായത് രണ്ട് ലൈൻസിനെ ഇങ്ങനെ രണ്ട് ലൈൻസ് പോകുന്നു, അതിനൊരു ട്രാവേഴ്സൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ ക്രോസ് ചെയ്ത് ട്രാവേഴ്സൽ ലൈൻ പോയി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഇതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഈ ആംഗിൾസ് ഈക്വൽ ആവുന്നത് ഇത് ഇപ്പൊ ഈക്വൽ അല്ല. കാരണം എന്താ? ഈ രണ്ട് ലൈൻസും പാരലൽ അല്ല. ഈ രണ്ട് ലൈൻസ് പാരലൽ ആവുമ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആവും. അപ്പൊ ഇവിടെ ഓൾറെഡി ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി എ ഈക്വൽ ആണ് നമുക്കറിയാം. അപ്പൊ അത് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കണം? എ സി ഈസ് പാരലൽ ടു ബി ഡി. അത് രണ്ടും പാരലൽ ആണെങ്കിൽ മാത്രമേ അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസിന് ഈക്വൽ ആവാനും പറ്റൂ. അപ്പൊ എ സി പാരലൽ ടു ബി ഡി. സിമിലർലി ഇൻ ദ കേസ് ഓഫ് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി എ ഡി. എ ബി സി ഈ ആംഗിളും അതുപോലെ തന്നെ ഇവിടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിന്റെ രണ്ട് ലൈൻസ് two line segments AD and BC. There is a traversal line AB. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ അകത്തെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ആംഗിൾ എ ബി സി ആൻഡ് ആംഗിൾ ബി എ ഡി. ഈ രണ്ട് ആംഗിൾസും ആ ആംഗിൾസ് ഈക്വൽ ആവുന്നത് എപ്പോഴാ? ബി സി പാരലൽ ടു എ ഡി. Therefore BC is parallel to AD. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവുമ്പോൾ അതിന് എന്താ നമ്മൾ പറയുന്നത്? ADBC is a parallelogram. We will say ADBC is a parallelogram. Got it? അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സ് തന്നു കഴിഞ്ഞ് അത് ഒരു മറ്റൊരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സ് ആയിട്ട് ഈക്വൽ ആയ അതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കുന്നു. ഇനി ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും അത് ചേർന്ന് വരുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും അത് ചേർന്ന് വരുന്ന ആംഗിളും ഈക്വൽ ആണെങ്കിൽ ബാക്കി രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒരു ട്രയാങ്കിളിന്റെ മെഷർമെന്റ് തന്നിരിക്കുവാണ് 7 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. അത് ഫോം ചെയ്ത് വരുന്ന അത് രണ്ടും ചേർന്ന് വരുന്ന ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രി. അത് എങ്ങനെയൊക്കെ വരയ്ക്കാം? അപ്പൊ ഒരു
4 ടൈപ്സ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ആദ്യം ബേസ് 5 സെന്റിമീറ്റർ എടുത്തു, എന്നിട്ട് 7 സെന്റിമീറ്റർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരച്ചു. അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 40 ഡിഗ്രി ആക്കി. അത് തന്നെ തിരിച്ചൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇവിടെ വരച്ചു. അതുപോലെ 7 സെന്റിമീറ്റർ ബേസ് ആക്കി എടുത്തു, ഇവിടെ 5 സെന്റിമീറ്റർ, എന്നിട്ട് അത് ഫോം ചെയ്യുന്ന ആംഗിൾ 40 ഡിഗ്രി. അതുപോലെ തന്നെ 7 സെന്റിമീറ്റർ ബേസ് ആക്കി റൈറ്റ് ഹാൻഡ് സൈഡിൽ 5 സെന്റിമീറ്റർ വന്നു. ഇത് എങ്ങനെയൊക്കെ ഇങ്ങനെ വരച്ചാലും സെയിം സൈഡ്സ് കോയിൻസൈഡ് ചെയ്തു, ഈ 40 ഡിഗ്രി സെയിം ആംഗിൾ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂന്നാമത്തെ തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതൊരു ജനറൽ പ്രിൻസിപ്പിൾ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദി 2 sides of a triangle and the angle made by them are equal to the 2 sides of another triangle and the angle made by them, then the third side will also be equal and the other 2 angles are also equal. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സും അത് ചേർന്ന് വരുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സും അത് ചേർന്ന് വരുന്ന ആംഗിളുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ആ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആയിരിക്കും, ബാക്കിയുള്ള 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ചു, ഇഫ് 2 sides of a triangle and the angle made by them are equal to the sides of another triangle and the angle made by them, then the third side will also be equal. അങ്ങനെ വെച്ച് നമുക്ക് ആ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് ഇതിന്റെ മാച്ചിങ് പെയർ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ട്രയാങ്കിൾ ABC, AB, the sides AB and AC and angle A made by these 2 sides are equal to the sides PQ and QR and the angle made by these 2 sides, that is angle Q in triangle PQR. So since these 2 sides and the angle are equal, the side BC and side PR are also equal. അതുപോലെ ഈ ആംഗിൾസ്, ഈ 2 ആംഗിൾസും ഇവിടെയുള്ള മറ്റ് 2 ആംഗിൾസുമായിട്ട് മാച്ചിങ് പെയർ ആംഗിൾസ് കിട്ടും. അത് ഏതാണെന്ന് നോക്കാൻ ആദ്യം നമുക്ക് AB എന്ന് പറഞ്ഞാൽ എത്രയാ? 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ AB എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ C. ആംഗിൾ C is equal to, ഇവിടെ 8 സെന്റിമീറ്റർ വരുന്നത് QR നാണ്. QRന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ P. ഓക്കെ, അതുപോലെ തന്നെ ഇനി ആംഗിൾ B. ആംഗിൾ B എന്ന് പറയുന്നത് AC എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ B. ആംഗിൾ B is the angle opposite to the side AC. ഇവിടെ 4 സെന്റിമീറ്റർ വരുന്നത് PQ നാണ്. അപ്പൊ PQ ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ R. അതുപോലെ ഇനി ആംഗിൾ A. ആംഗിൾ A എന്ന് പറയുന്നത് BC എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ്. അതിവിടെ ഓൾറെഡി ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ A എന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സോ ആംഗിൾ A is equal to ആംഗിൾ Q. Hope you liked the class and we will wind up the class for today. See you soon with the next video. Please support by sharing, subscribing and clicking the bell button. You can contact us through comments or email. Your valuable suggestions are always welcome. And thank you for watching.